പകരമതില്ലാത്ത പാർട്ടിയാണിന്നെന്റെ ലീഗട, ആ ശക്തിയാണിന്നെന്റെ ലീഗട. ഒരുപാട് ശത്രുക്കൾ ഒന്നിച്ചെത്തിട്ട് ഖജാൻജി ബഹുമാനായ സിറ്റി അഹമ്മദ് അലി സാഹിബാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇന്നത്തെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി എ അബ്ദുറഹ്മാൻ സാഹിബാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ബഹുമാനനായ നമ്മുടെ യഹിയ സാഹിബിനെ ആദരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും കാസർഗോഡിൻ്റെ MLA-യുമായ എന്നെ നെല്ലിക്കുന്നതാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ നമ്മുടെ ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് മനാഫ് അരീക്കോടാണ്. അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ട്രഷറർ PM മുനീർ ഹാജി, അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ഭാരവാഹികളായ AM കണോത്ത് സാഹിബ്, അതുപോലെ K അബ്ദുല്ല കുഞ്ഞി ചെർക്കള, ഹാരിസ്, നമ്മുടെ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രസിഡന്റും കൂടിയായ KMCC-യുടെ നേതാവ് UAE KMCC-യുടെ ട്രഷറർ നിസാർ തലങ്കര എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും നിങ്ങൾ എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. സാമാന്യ നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമ്മളെ ഈ മഹത്തായ പരിപാടിയിലെ മുഖ്യ കാര്യപ്രസക്തമായി സംസാരിക്കുന്നതിന് വേണ്ടി പ്രമുഖ പാസിംഗ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പറും ഒരു കാലത്ത് നമ്മളെല്ലാം ആവശ്യമായിരുന്ന PV മുഹമ്മദ് സാഹിബ് അരീക്കോടിൻ്റെ പ്രിയപ്പെട്ടതുമായ PB മനാഫ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ സംഘാടക സമിതിക്ക് വേണ്ടി ഞാൻ ഈ ചടങ്ങിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യും. തെലങ്കാന നിസ്സംഗം ചേർന്ന മുസ്ലിം ലീഗിൻ്റെ മേഖലാ കമ്മിറ്റി യോഗം കേൾക്കേണ്ടി വന്ന ഒരു വ്യക്തി കൂടിയാണ് യഹിയ സാഹിബ്. നമ്മുടെ അടുത്ത കാലത്ത് ഇപ്പോൾ 2000 സെപ്റ്റംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കൊളങ്കട പടിഞ്ഞാറിൽ മുസ്ലിം ലീഗിനെതിരെ വലിയൊരു ഭീഷണി ഉയർന്നു വന്ന ഘട്ടത്തിൽ അവിടെ മുസ്ലിം ലീഗ് തോറ്റുപോകുമെന്ന് നമ്മുടെ രാഷ്ട്രീയ ശത്രുക്കൾ പോലും പ്രചരണം നടത്തിയ ഘട്ടത്തിൽ ഓരോ വീടുകളും കയറിയിറങ്ങി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കുക മാത്രമല്ല വോട്ട് പോൾ ചെയ്യിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിറവേറ്റി അവിടെ മുസ്ലിം ലീഗിനെ ജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച മഹാനായ വ്യക്തിയാണ് യഹിയ സാഹിബ് എന്ന് പറയാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും നമ്മുടെ എല്ലാം പ്രിയങ്കരനായ കാസർഗോഡിൻ്റെ പ്രിയങ്കരനായ നേതാവ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ഖജാൻജി പ്രിയപ്പെട്ട CT അഹമ്മദ് സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാക്ക് ശ്രമിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അദ്ദേഹം UAE KMCC ജനറൽ സെക്രട്ടറിയായി, അതുപോലെ പ്രസിഡന്റ് ദുബായ് KMCC സംസ്ഥാന പ്രസിഡന്റായി, UAE KMCC വളരെ ആത്മാർത്ഥമായി അദ്ദേഹം വഹിക്കുന്ന ഈ ചുമതലകളും ഉത്തരവാദിത്വങ്ങളും അത് ഏറ്റവും നന്നായി അദ്ദേഹം പ്രവർത്തിച്ച ഒരു നേതാവാണ്. അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങൾ വളരെ ആത്മാർത്ഥമായി പാവപ്പെട്ടവരെ സഹായിക്കാൻ എല്ലാ മേഖലകളിലും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പില്ലാത്ത മേഖലകളിൽ അത്രമാത്രം ആത്മാർത്ഥമായി പാവപ്പെട്ട ആളെ സഹായിക്കാനും അതോടൊപ്പം തന്നെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു വരികയാണ്. അദ്ദേഹത്തിന് സർവശക്തനായ അല്ലാഹു ദീർഘായുസ്സും ആരോഗ്യം നൽകുമാറാകട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ
ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ ഗൾഫ് ജീവിതം 1982 അദ്ദേഹം ആദ്യമായി ഖത്തറിലേക്ക് ആരംഭിച്ചു. അങ്ങനെ ആ ഗൾഫ് ജീവിതം ഇന്ന് അദ്ദേഹത്തെ ഏറ്റവും ഉന്നതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥാപനവും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒട്ടേറെ ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം തന്നെ ദീർഘായുസ്സും നൽകുമാറാകട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ സംസ്ഥാന മുസ്ലിം കമ്മിറ്റിയുടെ എല്ലാവിധ നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ പരിപാടിയുടെ ഇന്നത്തെ സാഹിബിന് നൽകുന്ന ഈ സ്വീകരണ പരിപാടിയുടെ ഉദ്ഘാടനം സന്തോഷം സർവശക്തനായ അള്ളാഹുവിൻ്റെ പേരിൽ നിർവഹിച്ചായി നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. സാഹിബിന് ജന്മനാടിൻ്റെ ആദരം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ എന്നെ നന്ദിക്കുന്ന എന്നെല്ലാവരും നമ്മളെല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് ആദരം അർപ്പിക്കും. സംസ്ഥാന ട്രഷറർ CT അഹമ്മദ് സാഹിബ് അടക്കം വാക്കുകൾ കേൾക്കുന്നതിന് വേണ്ടിയാണ്. മറ്റൊന്ന് അഡ്വക്കേറ്റ് മനാഫിൻ്റെ പ്രസംഗത്തിന് വേണ്ടി. മനാഫ് എന്നോട് ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. 8:45 ഒരു വണ്ടിയുണ്ട്. ആ വണ്ടിയിൽ പോകാൻ പറ്റില്ലെങ്കിൽ എൻ്റെ കേസുകൾ നന്നായി കൈകാര്യം ചെയ്യാൻ. ഇപ്പോൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം കാസർഗോട്ടേക്ക് വരികയായിരുന്നു. രമേശ് ചെന്നിത്തലയും ആ കമ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഒരു കടലാസുണ്ട്. അപ്പോൾ രമേശ് ചെന്നിത്തല എന്നോട് പറഞ്ഞു, പെട്ടെന്ന് കൊടുക്കുക, നിവേദനം അദ്ദേഹത്തിന് കിട്ടിയില്ല എങ്കിൽ അദ്ദേഹത്തിന് ഉറക്കം വരില്ല എന്ന് എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ എൻ്റെ കയ്യിൽ നിവേദനമല്ലാണ്ട് ഏതോ ഒരു കവറായിരുന്നു, ഉമ്മൻചാണ്ടിക്ക് കൊടുക്കാനുള്ള നിവേദനമല്ല. അപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ആളുകളിൽ നിന്ന് നിവേദനം കിട്ടിയില്ല എങ്കിൽ ഉമ്മൻചാണ്ടിക്ക് ഉറക്കം വരില്ല എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ സാഹിബിന് ഒരു ദിവസം ഏതെങ്കിലും ഒരാളെ സഹായിച്ചില്ല എങ്കിൽ അദ്ദേഹത്തിന് ഉറക്കം വരില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ എന്ന് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ പലയിടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. വലിയ പണക്കാരായിട്ട് ധാരാളം സാഹിബിനേക്കാളും കൂടുതൽ പാവങ്ങളെ സഹായിക്കാൻ അള്ളാഹു അനുഗ്രഹിച്ച കുറേ ആളുകൾ. ഒരു വസ്തുതയുണ്ട്, ഏറ്റെടുക്കുന്ന പദവികളോട് 100% നീതി പുലർത്താൻ കഴിയുന്ന അപൂർവം ആളുകളിൽ ഒരാളാണ് പ്രിയപ്പെട്ട തളങ്കര എന്ന കാര്യത്തിൽ അധ്യക്ഷൻ ഉപയോഗിച്ച പദപ്രയോഗം. അദ്ദേഹം നമ്മുടെ നാടിൻ്റെ പൊതുസ്വത്താണ് എന്ന ആ പദപ്രയോഗത്തിന് ഞാൻ അടിവരയിടുന്നു. ഇപ്പോൾ AMCCയുടെ ദുബായ് സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ നമ്മുടെ ആദരവും അതുപോലെ തന്നെ നമ്മുടെ ആവേശവുമൊക്കെ അദ്ദേഹത്തെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ സ്വീകരണ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട തളങ്കരയെ സംബന്ധിച്ചിടത്തോളം നാടിനെ സഹായിക്കാൻ, നാട്ടുകാരെ സഹായിക്കാൻ അദ്ദേഹത്തിൻ്റെ സബർക്കത്തിനായ അല്ലാഹു ദീർഘായുസ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. ഈ തളങ്കരയിൽ ലീഗിനെ കെട്ടിപ്പടുക്കും. അപ്പോൾ അദ്ദേഹം ചുരുക്കി പറഞ്ഞാൽ തൊട്ടതെല്ലാം പൊന്നാക്കിയ അനിത സാധാരണമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് തളങ്കര എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തെ ഇനിയും നീണ്ടകാലം അനുഭവിക്കുവാനുള്ള ഭാഗ്യം സർവശക്തനായ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും ശ്ലാഘനീയമായ രീതിയിൽ നമ്മുടെ ആദരവ് അറിയിക്കാൻ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച മുസ്ലിം ലീഗിൻ്റെ തളങ്കര മേഖലാ കമ്മിറ്റിയെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. അത് ഈ ഒരു സ്വീകരണത്തിലൂടെ, ഈ ഒരു ആദരവിലൂടെ തളങ്കര നാടാണ് ആദരിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ ഭാഗ്യം അദ്ദേഹത്തെ ഉള്ള മൊമൻ്റോവും തലപ്പാവും ഒക്കെ അണിയിക്കുന്നതിനാണ്. അതിലൂടെ ഞാനും ആദരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളൊക്കെ സമയം തളങ്കരയെ പറ്റി എനിക്ക് പറയാനുള്ളത്, പ്രവാസത്തിലെ എന്തായിരുന്നു എനിക്ക് പറയാനുള്ളത്. 1990 കാലഘട്ടം നിങ്ങൾ കുറച്ച് പേര് കാസർഗോഡ് ക്രിക്കറ്റ് ക്ലബ്ബ് തുടങ്ങാൻ തീരുമാനിച്ചു. ആദ്യം ഓർമ്മ വന്നത് സാഹിബ്. അദ്ദേഹം അതിന് പരിപൂർണമായി പിന്തുണയാണ്. കുറച്ച് കാലങ്ങളിൽ കുറച്ച് പാട്ടുകാരെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. അന്നും ഓർമ്മ വന്നത് സാഹിബ്, കലാകാരനായ സാഹിബ്, കവിത എഴുതുന്ന സാഹിബ്. അതിനേക്കാൾ ഉപരിയായി KMCCയെ പച്ചയെ നെഞ്ചിലേറ്റിയ സാഹിബ്.
പ്രവാസി പുസ്തകം OVT എന്ന് പറയുന്ന പുസ്തകം. എന്താണ് OVT എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു പ്രശ്നം വന്നാൽ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നില്ല, അത് വെരിഫൈ ചെയ്യുന്നില്ല, ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല എന്നതാണ് ബുക്കിന്റെ സാരാംശം. ഒബ്റ്റെയിൻ എന്ന് വെച്ചാൽ ഒരാൾ പറയുന്നത് നമ്മൾ ചേർത്ത് പിടിച്ച് കേൾക്കുന്നുണ്ടോ, അതാണ് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. ഒന്ന് കേൾക്കുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നുണ്ട്, പിന്നൊന്നുണ്ട് ചേർത്ത് പിടിച്ച് കേൾക്കുന്നുണ്ട്, വലിയ വ്യത്യാസം. അങ്ങനെ നമ്മുടെ പ്രശ്നങ്ങൾ ചേർത്ത് പിടിച്ച് കേൾക്കാൻ സാഹിബിന് പറ്റുന്നുണ്ട്. അവരുടെ സ്ഥാനത്ത് നിന്ന് അത് വെരിഫൈ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ, അതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം അതാ, നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? സാഹിബ് പലപ്പോഴും ഒരു പ്രശ്നമായി മുമ്പോട്ട് പോയാൽ അതിന്റെ കോയിന്റെ മറുവശം കൂടി അദ്ദേഹം നോക്കുന്ന വീട്. ആ വെരിഫിക്കേഷൻ നടത്തുന്നുണ്ടോ, അതാണ് നമ്മളോട് നമ്മൾ ചോദിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് മാത്രമാണോ കുറച്ച് സംസാരിക്കുന്നത്? ഈ OVT പ്രോസസ്സ് നടപ്പിലാക്കുന്നുവെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ പ്രശ്നം ഉണ്ടാവില്ല, നമ്മുടെ മഹല്ലുകളിൽ പ്രശ്നം ഉണ്ടാവില്ല, നമ്മുടെ നാടുകളിൽ പ്രശ്നം ഉണ്ടാവില്ല, സംസ്ഥാനങ്ങളിൽ രാജ്യങ്ങളിൽ പ്രശ്നം ഉണ്ടാവില്ല. അത് കേൾക്കുന്ന വളരെ കുറച്ച് ആൾക്കാരെ നമുക്ക് ജീവിതത്തിൽ കാണാൻ പറ്റും. എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ സാഹിബിനെ പറ്റി ശ്രദ്ധിച്ച കാര്യം, ഈ OVT പ്രോസസ്സ് എന്തുകൊണ്ടോ അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹം ഫോളോ ചെയ്യുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് ഒരു മനുഷ്യനാണ് സാഹിബ്. എല്ലാ കാര്യങ്ങളും KMCCക്ക് ഇപ്പോൾ അദ്ദേഹം ദുബായ് KMCC ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയുന്നറിയില്ല, പ്രത്യേകത്തോട് പാണക്കാട് സാദിഖ് അലി തങ്ങൾ പറഞ്ഞിട്ടാണ് ആ ദൗത്യം വരുന്നത്. അത് ദുബൈന്റെ പ്രത്യേക സാഹചര്യമാണ്. ഞങ്ങളുടെ KMCC ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ആ സാഹചര്യം വരുമ്പോൾ ഒരു കോംപ്രമൈസ്, ഇങ്ങനെ OVT അറിയുന്ന എല്ലാ പ്രശ്നവും കേൾക്കാനും എല്ലാ വശങ്ങളും കേൾക്കാനും അതനുസരിച്ച് ചിന്തിക്കാനും അതനുസരിച്ച് സംസാരിക്കാനും കെൽപ്പുള്ള ഒരാളെ നോക്കിയപ്പോ സാദിഖ് അലി തങ്ങൾക്ക് കണ്ടത് അത് നമ്മുടെ പ്രിയങ്കരനായ സാഹിബാണ്. അദ്ദേഹത്തിന് കൊടുത്ത ഈ അവാർഡ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഇതിനേക്കാളും വലിയ പ്രസ്ഥാനങ്ങളൊക്കെ കിട്ടിയാണ്. നാഷണൽ ആയാലും ഇപ്പൊ വേൾഡ് ആയാലും, വേൾഡ് KMCC വന്നിരിക്കുകയാണ്. അതിനേക്കാൾ ഉപരിയായ സ്ഥാനങ്ങളൊക്കെ ലഭിക്കേണ്ട വ്യക്തിത്വമാണ് സാഹിബ്. പക്ഷെ അദ്ദേഹത്തിന് ഈ പ്രത്യേക സാഹചര്യത്തിൽ ദുബായ് KMCC എന്ന് പറയുന്നത് ലോക KMCയുടെ ക്രൗൺ എന്നാണ് എന്ന് പറയാം. ലോക KMCCയുടെ ക്രൗൺ ആണ്. അത് ഞങ്ങൾക്ക് വലിയ അഭിമാനമുള്ള കാര്യമാണ്. ലോകത്തെ ഏത് പ്രശ്നത്തിലും എന്ത് നടന്നാലും ദുബായ് KMCC എങ്ങനെ ചലിക്കുന്നു എന്നാണ് ലോകം നോക്കിക്കാണുന്നത്. KMCC കോവിഡ് ടെസ്റ്റ് നടത്തണമെന്നിട്ട് അവർ ഇരിക്കണമെന്നൊരു നിയമം വന്നു. പെട്ടെന്ന് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത നിയമമാണ്. അങ്ങനെ ഞങ്ങൾ പാസഞ്ചേഴ്സ് ഒക്കെ എത്തി, എല്ലാവരും തയ്യാറായി, എല്ലാവരും ടെസ്റ്റും കഴിഞ്ഞു. അതിന് ഞങ്ങൾ 1-2 പ്രവർത്തകന്മാരുമുണ്ട്, എല്ലാവരും കയറ്റി അവരെല്ലാം വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ആ സമയത്ത് പെൺകുട്ടി അവിടെ വന്നിട്ട് ഈ 12 മണി മുതൽ നിൽക്കുകയാണ്. ഫ്ലൈറ്റ് 5 മണിക്കാണ്. ഏകദേശം 3 മണിയാകുമ്പോൾ ഈ കുട്ടി വന്നിട്ട് ഞങ്ങളോട് പറയാം, പുറത്തോട്ട് പറയാം, എനിക്കും ഈ ഫ്ലൈറ്റിൽ പോകണം. ആ കുട്ടി പൂർണ്ണ ഗർഭിണിയാണ്, എനിക്കും ഈ ഫ്ലൈറ്റിൽ പോകണം. അപ്പോൾ അവരൊക്കെ നമ്മുടെ പ്രവർത്തകന്മാരെ പറഞ്ഞ് ഈ ഫ്ലൈറ്റിൽ പോകാനൊന്നും പറ്റൂല, ഒരാഴ്ച ബുക്ക് പോയ ഫ്ലൈറ്റ് ആണ്. അതുകൂടാതെ കോവിഡ് ടെസ്റ്റും കഴിഞ്ഞു, റിസൾട്ടും വന്നു, മാനിഫെസ്റ്റോ റെഡിയായി. മാനിഫെസ്റ്റോ കോഴിക്കോട് വളരെ വിഷമിക്കുന്ന ദിവസത്തിൽ കുറച്ച് ആൾക്കാർ ചെന്നിൽ കുട്ടി എൻ്റെ അടുത്ത് കൊണ്ടുപോകും. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ സഹോദരി, ഇത് പറ്റുന്ന കാര്യമില്ല, നിങ്ങൾ പൂർണ്ണ ഗർഭിണിയെ സമ്മതിച്ചു. അപ്പൊ ആ കുട്ടി പറഞ്ഞു, എനിക്ക് അവസാന ദിവസമാണ്, ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ എനിക്കിനി പറക്കാൻ പറ്റൂല, എന്റെ ഭർത്താവിന്റെ ജോലി നഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് താമസിക്കാൻ സ്ഥലമില്ല, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഈ അവസാന നിമിഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യാം? അപ്പൊ അദ്ദേഹത്തിന് അവരുടെ ഹസ്ബൻഡിനെ ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു, എന്റെ സുഹൃത്തെ, ഒന്ന് ഭാര്യക്ക് പറഞ്ഞു കൊടുക്കുക, എന്തെങ്കിലും സൗകര്യം നമുക്ക് പുറത്തുണ്ടാക്കാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനിത് രാത്രി 10 മണി മുതൽ, ഇന്ന് വൈകുന്നേരം 6 മണി മുതൽ ഇത് പറയുകയാണ്, ഞാൻ നമുക്ക് എന്തെങ്കിലും നോക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഭയങ്കര വാശ. അപ്പൊ കുട്ടി പിന്നെയും പറയാം, എന്നെ KMCC കൊണ്ടുപോകും, എന്നെ KMCC കൊണ്ടുപോകും. ഇതാണ് ഈ കുട്ടി പറയുന്നത്. എല്ലാത്തിനും മാനസികാവസ്ഥ. ഞങ്ങളിങ്ങനെ ആലോചിച്ച് എന്താ ചെയ്യാം. അങ്ങനെ സംസാരിച്ച ഒരു സമയത്ത് അത്ഭുതകരമായ തരത്തിലെ പൈലറ്റ്, മലയാളിയായ പൈലറ്റ് ഞങ്ങൾ മുമ്പിലേക്ക് വരിക. മാനിഫെസ്റ്റോ റെഡിയായി, ഫ്ലൈറ്റ് ഓക്കെയാണ്, അതുകൊണ്ട് ഞങ്ങൾ ടേക്ക് ഓഫിലുള്ള നിങ്ങളെ പാസഞ്ചേഴ്സിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് പോകുമ്പോൾ നമ്മൾ റിക്വസ്റ്റ് വെച്ചു. നമ്മളോട് ചോദിച്ചു, സാർ നമുക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? പ്രശ്നം, ഈ കുട്ടിയെ നമ്മുടെ ലിസ്റ്റില്ല, ആ കുട്ടിയെ ആക്കണം. അപ്പൊ അദ്ദേഹം വളരെ പരിഹാസ രൂപയുടെ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് പ്രോട്ടോകോൾ എന്നൊരു സാധനം അറിയോ? ഡു യു നോ ദ പ്രോട്ടോകോൾ?
നമ്മൾ പറഞ്ഞു സർ ഞങ്ങൾക്കറിയാം പ്രോട്ടോകോൾ, പക്ഷെ ഞങ്ങൾ KMCC-ക്കാർ എങ്ങനെയാണ് എല്ലാ പ്രോട്ടോകോളും ഉപരിയായി മനുഷ്യത്വ മാനവികത എന്നൊരു പ്രോട്ടോകോളും മുറുകെ പിടിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ചോദിച്ചാണ് കുട്ടിയുടെ ഈ കുട്ടി ഇന്ന് പറഞ്ഞില്ലെങ്കിൽ ഈ കുട്ടി പിന്നെ ഇനി പ്രസവം കഴിഞ്ഞ് മാത്രമേ പോകാൻ പറ്റൂ. പലരും വളരെ രൂക്ഷമായി നോക്കി അദ്ദേഹം ഒന്നും പറയാതെ പോയി. പക്ഷേ വളരെ അത്ഭുതം എന്ന് പറയട്ടെ, കുറച്ച് നടന്നു പോയ അദ്ദേഹം പിന്നെ തിരിച്ചു വന്നു ഞങ്ങൾ ചോദിച്ചു ആരാണ് നിങ്ങളിൽ നിന്ന് ഓഫ് ലോഡ് ആവുന്നത്? അത് പിന്നെ പ്രോട്ടോകോളാണ്. ഈ ഫ്ലൈറ്റിൽ നിന്ന് ഒരാൾ ഓഫ് ലോഡ് ആണല്ലോ, അത് ആരുമോ. അപ്പോൾ വളരെ ധൈര്യസമേതം നമ്മള് ഒരു ഭാരവാഹി പറഞ്ഞു, നമ്മൾ ഒരു ഭാരവാഹി ഒരു സഹഭാരവാഹി ഫ്ലൈറ്റ് ഉണ്ട്, അദ്ദേഹത്തെ ഓഫ് ലോഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അത് ഓഫ് ലോഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഓഫ് ലോഡ് ചെയ്യും? ഒരാൾ പോയി ഒരാൾ വരാൻ പറ്റൂല. അതൊരു കാരണം ഉണ്ടാക്കണം. ആ കാരണം ഞങ്ങൾ ഉണ്ടാക്കി. കാരണം അന്നത്തെ കോവിഡ് സെന്ററിൽ ഉണ്ടായത് നമ്മൾ തന്നെ കുട്ടികളാണ്. ഞങ്ങൾ അത് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം, ഒരു പ്രോട്ടോകോളിന്റെ നമ്പർ എടുത്തുകൊണ്ട് ഒരാളെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഓഫ് ലോഡ് ആക്കുകയും ഈ കുട്ടിയെ ഞങ്ങൾ ലോഡ് ചെയ്ത് അയക്കുകയും ചെയ്തു. ആ കുട്ടി പോയി. അങ്ങനെ ഒരുപാട് ആൾക്കാർ പോയിട്ട് ഞങ്ങൾ കുട്ടി പറഞ്ഞു, നിസാർക്ക് എനിക്ക് നിങ്ങളെയോ നിങ്ങളുടെ സഹഭാരവാഹികളെയോ നിങ്ങളുടെ ഭാര്യകളോ ആരും എനിക്കറിയില്ല. എനിക്ക് KMCC അറിയാം. എനിക്ക് KMCC എന്താണെന്ന് നിങ്ങൾ കാണിച്ചു. KMCC എന്നെ എങ്ങനെ എത്തിച്ചത് എന്ന് എനിക്ക് കാണിച്ചു. ഞാൻ ഇന്നലെ പ്രസവിച്ചു. എനിക്ക് ഫോൺ എടുക്കാൻ കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യമായി പറഞ്ഞൊരു സഹോദരൻ നിലയിൽ നിങ്ങളോടാണ് പറയുന്നത്. എൻ്റെ KMCC സഹോദരന്മാരോട് ഞാൻ പറയുന്നു, ഞാൻ നാട്ടിലെത്തി. എൻ്റെ പേര് അന്ന് ഞങ്ങൾ തിരക്കിന്റെ പേര് പോലും ചോദിച്ചു. ആ കുട്ടിയുടെ പേര് ശ്രീദേവി എന്നാണ്, പയ്യന്നൂരുകാരി ശ്രീദേവി. പിന്നെ ഞാൻ പ്രസവിച്ചു, കുട്ടി സുഖമായിരിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒന്നുകൂടി പറയട്ടെ, ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് ഞങ്ങളുടെ കുടുംബത്തിന്റെ അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ വർഷങ്ങളോളമായി, എത്രയോ വർഷമായി ഞങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് ഞങ്ങൾ വിളക്ക് പോകും. ആ വിളക്ക് എന്ന് പറയുന്നത് ഞാൻ വന്ന ശേഷം എൻ്റെ അച്ഛനും അമ്മയും തീരുമാനിച്ചു ഇനി 2 വിളക്ക് വെക്കണം. ആ രണ്ടാമത്തെ വിളക്ക് എന്ന് പറയുന്നത് അത് നമ്മുടെ KMCC സഹോദരന്മാർക്ക് വേണ്ടിയാണ് എന്നാണ് സ്ത്രീ ഞങ്ങൾക്ക് മെസ്സേജ്. എത്ര അഭിമാനകരമാണ്. 10-60 കൊല്ലം മുമ്പ് ഇവിടുന്ന് ഈ നാട് വിട്ടുപോയവരാണ് പ്രവാസികൾ. നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോ ഈ നാട്ടുകാരായ നിങ്ങൾ ഞങ്ങളിൽ കയ്യിൽ തന്നത് ഒരു കയ്യിൽ പച്ച പതാകയും മറുകയിൽ ഞങ്ങളുടെ കയ്യിൽ തന്നത് ഓണറബിൾ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന മുദ്രാവാക്യം. ഇത് രണ്ടും പോയി അവിടെ നിന്ന് ചെന്നപ്പോ ആദ്യം ഞങ്ങൾ ചന്ദ്രക റീഡേഴ്സ് ഫോറം ഉണ്ടാക്കി. അത് കഴിഞ്ഞ് കുറച്ച് മുമ്പ് ഞങ്ങൾ അത് ട്രാൻസ്ഫോം ചെയ്ത് KMCC ആക്കി. ആ KMCC എന്ന ബ്രാൻഡ് ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും വിശ്വാസ ബ്രാൻഡായ ഒരു ചെറിയ കഥയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ആയിരക്കണക്കിന് കഥകൾ പറയാനുണ്ട്. അത് ദുബൈ ആയാലും മറ്റുള്ള പ്രദേശങ്ങളിലായാലും ഖത്തറായാലും സൗദി ആയാലും ബഹ്റൈൻ ആയാലും ഒമാൻ ആയാലും എല്ലാ സ്ഥലത്തും ജാതി മത ഭേദമന്യേ ഒന്നും നോക്കാതെ കളറും നോക്കാതെ ഇങ്ങനെ ചെയ്യുന്ന പ്രസ്ഥാനം. പല ആൾക്കാരും ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്? ഞങ്ങൾ ഒറ്റ കാര്യം പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ഞങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞു തന്ന ഈ 2 സംഭവം ഞങ്ങളുടെ കയ്യിലുണ്ട്. അതാണ് ഞങ്ങൾ ഇങ്ങനെ പ്രവർത്തനം ഞങ്ങളുടെ ചെറുപ്പക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന്റെ മുന്നിൽ കൊടിപിടിക്കുന്ന ഒരു നേതാവാണ് ഞങ്ങളുടെ നേതാവാണ് ഇലിയാസ് അയ്യത്താക്ക. അദ്ദേഹം ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദുബൈ KMCC-യെ റീബിൽഡ് ചെയ്യുക, റീആക്ടിവേറ്റ് ചെയ്യുക എന്ന വലിയ ദൗത്യമാണ് അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ളത്. ആ ദൗത്യത്തിന് പല പിന്തുണകളും വേണം, പ്രാർത്ഥനകളും വേണം. ഈ അവസരത്തിൽ വലിയ 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 കാര്യങ്ങൾ ഞങ്ങൾക്ക് നടത്താൻ പറ്റുകയുള്ളൂ. ഒരു കാര്യം മനസ്സിലാക്കണം, 2011 നമ്മുടെ UDF തിരിച്ചും ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് മറുപക്ഷത്തുള്ള ഇടതുപക്ഷം ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത്. ആ റിപ്പോർട്ട് കണ്ട ഒരാളാണ് ഞാൻ. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ UDF-നോട് തോറ്റിട്ടില്ല, ഞങ്ങൾ തോറ്റത് മുസ്ലിം ലീഗിനോടാണ്, KMCC-യോടാണ് എന്നാണ്. KMCC നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനം കേരളത്തിന്റെ മനസ്സേറ്റെടുത്ത ഒരു സംഭവമാണ് എന്നുള്ളത്. ജീവകാരുണ്യ പ്രവർത്തനം അവിടെ നമ്മൾ ഒരിക്കലും മതമോ ജാതിയോ വിവേചനമോ ഒന്നും ജൈത്രയാത്രയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സാഹിബിന് പ്രത്യേകിച്ച് ഇന്നിവിടെ ആദരവ് ഏറ്റുവരുന്ന യാത്രനഗര എന്ന നിലയ്ക്ക് നടക്കുന്നുള്ള പ്രിയപ്പെട്ട നേതാക്കൾ, തീർച്ചയായും നിങ്ങളോടൊപ്പം ഞാനും അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുകയാണ്. കാരണം മുസ്ലിം ലീഗിൻ്റെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് UAE-യുടെ പ്രസിഡൻ്റായിരുന്ന ആൾ ഇപ്പോൾ ദുബായിയുടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ വിശദീകരിച്ചു. കൂടുതലൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
ഞാനടക്കമുള്ള ഈ പിന്നാലെ വന്ന തലമുറക്ക് അദ്ദേഹത്തിനെ കുറിച്ച് വളരെ നല്ല രീതിയിൽ പറയാൻ സാധിക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കാസർഗോഡ് നിന്ന് ദുബായിലെത്തിയതിന് ശേഷമാണ് ഞാനൊക്കെ ഏഹിയച്ചാനെ പരിചയപ്പെടുന്നത്. ദുബായിൽ ഇദ്ദേഹം 80 ഉണ്ടായിരുന്നു. UAE-യുടെ പ്രസിഡൻ്റായിട്ട് വന്നു എന്ന് പറയുമ്പോൾ ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് പഠിക്കുന്ന പ്രായം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയകാല പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇവിടെ നേതാക്കളിവിടെ പറഞ്ഞു. എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ സംഘടനാ മികവ് ഈ അടുത്ത കാലത്ത് എനിക്ക് കാണാനിടയായി. ഞാനും നിങ്ങളുമൊക്കെ ആയിട്ട് കരുതുന്ന നമ്മുടെ ജില്ലാ ആസ്ഥാന മന്ദിരത്തിൻ്റെ ദുബായ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹം ദുബായിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യമുണ്ട്. അന്നവിടെ പോയപ്പോൾ ദുബായിലുള്ള എല്ലാ കമ്മിറ്റികളെയും വിളിച്ചു വരുത്താനും അവിടെ ഞങ്ങളൊരു 10 ദിവസം ഉണ്ടായ സമയത്ത് ഒരു 5-6 യോഗങ്ങൾ അവരെയൊക്കെ വിളിച്ച് വരുത്താൻ അദ്ദേഹം സാധിച്ചു. ബഹുമാനായ നിസാർ തളങ്കരയാണ് ഇതിൻ്റെ കോർഡിനേറ്റ് ജനറൽ സെക്രട്ടറി, കൺവീനർ അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ സംഘടനാ മികവ് കാണാൻ കഴിഞ്ഞതപ്പോഴാണ്. അതുകൊണ്ട് തന്നെ ദുബായിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പണിയാൻ പോകുന്ന നമ്മുടെ ആസ്ഥാന മന്ദിരത്തിൻ്റെ പൂർണ്ണമായ ചെലവ് വഹിക്കാൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. നമ്മളിപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ആരംഭിച്ചു. അതിൻ്റെ ഏകദേശം സ്ഥലം വാങ്ങി, ആധാരം കഴിഞ്ഞു, നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നിർമ്മാണത്തിൻ്റെ ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന അതിൻ്റെ ഏതായാലും ആ ബിൽഡിംഗ് ഉയരാനുള്ള തുക നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. പക്ഷേ അത് പൂർണ്ണമായ രീതിയിൽ എത്തിക്കാൻ അതുവഴി മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ആസ്ഥാനത്തിന് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാനുള്ള ആ ചിലവൊക്കെ വലിയ ഭാരമായിട്ട് വരും ഇൻഷാ അല്ലാഹ്. അതൊക്കെ അവിടെ നടത്തിക്കിടാൻ ബഹുമാനായ യഹിയ സാഹിബ്, നിസാർ സാഹിബ് അടക്കമുള്ള നേതാക്കൾ അവിടെ കാണിക്കുന്ന ആർജവം, ആ സംഘടനാ മികവ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഈ സമയത്ത് ഓർമ്മ. അതുപോലെ തന്നെ നിസാർ തളങ്കര, മറ്റു പ്രിയപ്പെട്ട പ്രിയത്തിലിരിക്കുന്ന നേതാക്കന്മാരും പ്രിയപ്പെട്ട സഹോദരന്മാരും, കൂടുതലൊന്നും ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരൊറ്റൊരു കാര്യം, എഹിയച്ച ഒരു സംഭവമാണ്. അതാണ് എഹിയച്ചനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഏതൊരു കാര്യവും ആര് ചിന്തിക്കുന്നുണ്ടെങ്കിലും, ഏത് പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിലും, ഒരു കളിയാണെങ്കിലും, ഒരു സാംസ്കാരിക പരിപാടിയാണെങ്കിലും, അല്ലെങ്കിൽ ഒരു പള്ളിയുടെ പിരിവാണെങ്കിലും, എന്തുവേണ്ട കല്യാണത്തിൻ്റെ പിരിവാണെങ്കിലും, ആദ്യം കാണുന്ന ഒരു പേര്, ഈ കാലഘട്ടത്തിൽ കാണുന്ന ഒരു പേര് എഹിയച്ചയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, എഹിയച്ച ഒരു സംഭവമാണ്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും മാതൃകാപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാഴ്ചവെക്കാൻ എഹിയച്ചക്കും അതുപോലെ നിസാർ തളങ്കരക്കും സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പറഞ്ഞു എൻ്റെ വാക്ക് ചുരുക്കുന്നു. ഈ യോഗം ഉദ്ഘാടനം നിർവഹിച്ച CT അഹമ്മദ് അലി സാഹിബ്, ഇന്നത്തെ ഈ ആദരവ് ഏറ്റുവാങ്ങുന്ന യഹിയ തളങ്കര സാഹിബ്, മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, ഇന്നിവിടെ ദുബായ് KMCCയുടെ സംസ്ഥാന ട്രഷറായി സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത യഹിയ തളങ്കരയ്ക്ക് തളങ്കര മേഖല മുസ്ലിം കമ്മിറ്റി നൽകുന്ന ഒരു ആദരവ് ചടങ്ങിലാണ് നാമൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതുമാത്രമല്ല, എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും യഹിയ സാഹിബിനെ പറ്റി പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ഓരോ സംഘടനകളുടെയും തലപ്പത്തിരിക്കുകയും തളങ്കരയിലെ ഒരുപാട് സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ ഒരു കൂടുതലായി തളങ്കരയെ പറ്റി പറയേണ്ടതില്ല. ജീവകാരുണ്യ പ്രവർത്തനത്തിലും നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലൊക്കെ നേതൃത്വം നൽകിക്കൊണ്ട് കഴിഞ്ഞ കുറേ കാലമായി നമുക്കൊരു അഭിമാനകരമായ ഒരു നേതൃത്വം നമുക്ക് തളങ്കരയ്ക്ക് ഒരു സൗഭാഗ്യമെന്ന നിലയ്ക്ക് നമുക്ക് നേടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ
പ്രധാനമായി എനിക്കിവിടെ പറയാനുള്ളത് യഹിയ സാഹിബിന്റെ ആ ഒരു സ്നേഹത്തോടെയുള്ള ആ സംസാരം. അദ്ദേഹം സമാധാന സെക്രട്ടറിയായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു എന്നാണ് ഞാൻ ഈ അവസരത്തിൽ ഇവിടെ മനസ്സിലാക്കുന്നത്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ നാട്ടിൽ പല കമ്മിറ്റികളിലും അദ്ദേഹം നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഏറ്റെടുക്കുന്ന ആ ഒരു ഇതിലൊക്കെ തന്നെയും അദ്ദേഹത്തിന്റെ ആ ഒരു സമാധാനമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, എന്ത് പ്രശ്നമുണ്ടായാലും അതിനെയൊക്കെ വളരെ കൂളായിക്കൊണ്ട് അത് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തകരെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാത്തിനും ഒരു പരിഹാരം തന്നുകൊണ്ട് ഒരു നേതൃത്വ പ്രകടനയുടെ നേതൃത്വത്തിലേക്കാണ് അദ്ദേഹത്തെ ഇപ്പോൾ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത്. KMCC എന്ന് പറയുമ്പോൾ ഇവിടെ നിസാർ തലങ്കരയൊക്കെ വളരെയധികം സൂചിപ്പിച്ചു, പകരം വെക്കാനില്ലാത്ത ഒരു മഹത്തായ ഒരു സംഘടനയാണ്. അതിൻ്റെ ലോക കമ്മിറ്റിയും ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ച് നിലവിൽ വരികയുണ്ടായി. ലോകത്തിൽ 50-ലധികം രാഷ്ട്രങ്ങളിലായിക്കൊണ്ട് അതിൻ്റെ കമ്മിറ്റിയും അതിൻ്റെ പ്രവർത്തനങ്ങളും ഇവിടെ നടന്നു വരികയാണ്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ ഒരു സഹോദരൻ ഇവിടെ അമേരിക്കയിലോ അല്ലെങ്കിൽ ലണ്ടനിലോ മറ്റെവിടെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ അകപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ബന്ധപ്പെടാൻ കഴിയുന്ന രീതിയിലാണ് ഇവിടെ എല്ലാവരും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏച്ചാക്കി. ഇനിയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഇനിയും സുതാര്യമാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് പ്രവർത്തന മേഖലയിൽ ഉയരാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ഒരു സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദുനിയാവിലെ ഏത് സ്ഥലത്ത് പോയി എത്ര വലിയ സ്വീകരണം വാങ്ങിയാലും പെറ്റ നാടിൻ്റെ, പിറന്ന നാടിൻ്റെ ആ സ്വീകരണം ഏറ്റുവാങ്ങുമ്പോൾ ഉണ്ടാകുന്നൊരു അനുഭൂതി അത് വേറെ തന്നെയാണ്. പ്രത്യേകിച്ചും തെലങ്കര എന്ന ഈ പ്രദേശം ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയാത്തൊരു നാമമാണ്. എന്നെ ഞാനാക്കിയത്, എന്നെ ഈ നിലയിലേക്ക് ഉയർത്തിയത് ഈ തെലങ്കര എന്ന നാമമാണ്. എൻ്റെ കൂടെ തെലങ്കര എന്ന നാമം ചേർക്കുമ്പോൾ മാത്രമാണ് ഞാനാകുന്നത്. യഹിയ എന്ന് പറയുമ്പോൾ ആർക്കും ഒന്നും തിരിയാറില്ല. പക്ഷെ യഹിയ തെലങ്കര എന്ന് പറയുമ്പോഴാണ് പലരും എന്നെ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ തെലങ്കര എന്ന ഈ പ്രദേശത്ത് നിന്നും എനിക്ക് കിട്ടിയ യാചന എൻ്റെ സുഹൃത്തിന് ഇതാരുടെ KMCCയുടെ വലിയ വലിയ കാര്യങ്ങൾ പറയുകയുണ്ടായി. എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. ഒരിക്കൽ സുജാത എന്നൊരു പെൺകുട്ടി നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്, നഴ്സിംഗ് പഠിച്ച കുട്ടിയാണ്. അവൾ ഗൾഫിലേക്ക് ജോലിക്കായി വന്നു. വിസിറ്റിംഗ് വിസ കൊടുത്തവർ അവളെ അവരുടെ റൂമിലേക്ക് കൊണ്ടുപോയി. അനാശാസ പ്രവർത്തനത്തിന് വേണ്ടി അവളെ പ്രേരിപ്പിച്ചു. ഒരിക്കലും അവൾ വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർക്കെന്തോ ഒരു പേടി തോന്നി. വേറൊരു സ്ഥലത്തേക്ക് അവളെ മാറ്റി കൊണ്ടുപോകുന്ന സമയത്ത് ഇവൾ പെട്ടെന്ന് ഓടി ഒരു കഫ്തേരിയ ഒരു ഹോട്ടലിൽ ചെന്നു. അവർ അവളെ വിട്ടേച്ച് പോയി. പക്ഷെ അവിടെ നിന്നും അവർ ആ കുട്ടിയെ എത്തിച്ചത് KMCC ഓഫീസിലേക്കാണ്. KMCC ഓഫീസിലേക്ക് എത്തിയപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും വളരെ സങ്കടം തോന്നി. പക്ഷേ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു, നമുക്ക് നേരെ കൗൺസിലേറ്റിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ ഇന്ത്യൻ കൗൺസിലേറ്റിലേക്ക് കൊണ്ടുപോയി. അവർ പറഞ്ഞു, പ്രശ്നമില്ല, ഈ കുട്ടിയെ നമുക്ക് അവർക്ക് വേണ്ട പാസ്പോർട്ട് കാര്യങ്ങൾ ഇതൊക്കെ അന്ന് അങ്ങനെയാണ്. സമയത്ത് ഈ കുട്ടിയെ നിങ്ങൾ ഒരാഴ്ചക്ക് ഈ കാര്യങ്ങളൊക്കെ ശരിയാകുന്നത് വരെ ഇവിടേക്ക് താമസിപ്പിക്കണം. ഞങ്ങൾക്ക് അതിൻ്റെ സൗകര്യമില്ല എന്ന് കൗൺസിൽ ജനറൽ പറഞ്ഞപ്പോൾ പലരും അതിനെക്കുറിച്ച് വിളിക്കുകയുണ്ടായി. പലരും വിഷമം കൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അന്ന് വാസ്തവത്തിൽ എനിക്ക് അങ്ങനെ ഒരു ധൈര്യം വരുന്നില്ല. ഇങ്ങനെയാണ് കുട്ടി വിട്ടുപോയിട്ടുണ്ട്, നമ്മുടെ കൂടെ താമസിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ആള് ഭാര്യ പറഞ്ഞു, ഒരു പ്രശ്നം പൊടിക്കണ്ട, കളിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിൽ ഒരാഴ്ചക്കകം ആ വീട്ടിൽ എൻ്റെ മക്കളെല്ലാവരുടെയും ഒരു സുഹൃത്തായ ആ പെൺകുട്ടി മാറി. ഇത് മാത്രം വളരെ മിടുക്കിയായ പെൺകുട്ടി കൂടിയായിരുന്നു. അങ്ങനെ അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവസാനം ഇവിടുന്ന് ഇന്ത്യൻ കൗൺസിലേറ്റിൽ നിന്ന് അവരുടെ രേഖകളെല്ലാം ശരിയാക്കി പെട്ടി നിറച്ച് എൻ്റെ മക്കളും ഭാര്യയും ഒക്കെ മാർക്കറ്റിൽ കൊണ്ടുപോയി സാധനങ്ങളൊക്കെ കൊടുത്ത് വലിയ 2 പെട്ടി നിറച്ചിട്ടാണ് അവർ യാത്രയാക്കിയത്. അവർ കരഞ്ഞുകൊണ്ടാണ് യാത്ര പോയത്. ഞാൻ പറഞ്ഞു വരുന്നത്,
ഇതൊക്കെ ഞങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ത്യാഗമാണ്. ഈ KMCC എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അവിടെ പിന്നെ അതിർവരമ്പുകളില്ല. അവിടെ ജാതിയോ മതമോ ഒന്നും ഞങ്ങൾ നോക്കാറില്ല. ആവശ്യക്കാരുടെ ആവശ്യം പരിഗണിച്ച് അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കാനാണ് ഞങ്ങളുടെ പള്ളി. ഞാൻ വേറൊരു കാര്യം ഓർക്കുന്നുണ്ട്. പെരുന്നാളിൻ്റെ തലേ ദിവസം മദീന സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ശൃംഖലയിലെ സൂപ്പർ മാർക്കറ്റാണ്. അവിടുത്തെ ഒരു ഡ്രൈവർ മരിച്ചു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടിക്കറ്റൊക്കെ ആരെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്തു, അവരുടെ എംബാം ചെയ്തു. എയർപോർട്ടിലേക്ക് എത്തിക്കുമ്പോൾ പറയുന്നു സീറ്റില്ല. കാരണം വളരെ എമർജൻസി ആയ ആളുകളെ വന്നതുകൊണ്ട് അത് ഫില്ല് ചെയ്തു, നിങ്ങൾക്ക് നാളെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അവരെല്ലാവരും മലമുറിട്ട് കരാൻ തുടങ്ങി, പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. ഇവരാണെങ്കിൽ ഒട്ടും മനമൊന്നുമില്ല. അങ്ങനെ അന്ന് പ്രസിഡന്റ് ഞാനായിരുന്നു. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പെട്ടുപോയിട്ടുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും? കാരണം എംബാം ചെയ്ത ബോഡിയാണ്. ഇന്നിപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ തിരിച്ചിപ്പോൾ വീണ്ടും ഒരു 2 ദിവസം വെക്കലെങ്ങനെയാണ്, വീട്ടിലൊക്കെ എങ്ങനെ വെക്കും? ഞാൻ ഉടനെ ആമത് സാഹിബിനെ കുറിച്ച് പറഞ്ഞു. ഡൽഹിയിൽ ആമത് സാഹിബിനോട് ഇങ്ങനെ ഒരു പ്രശ്നം വന്നുപോയിട്ടുണ്ട്, എന്തെങ്കിലും അടിയന്തരമായി ചെയ്തെത്തിയിരുന്നു. ആമത് സാഹിബിന് നോക്കടാ നീയോടെ ഞാൻ ഇപ്പം ഞാൻ ശരിയാക്കി തരാം. അങ്ങനെയാണ് ഉടനെ ഇനി എന്നോട് എനിക്കൊരാളെ വിളിക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്ക് തുളസി എന്ന് പറയുന്ന ഒരു മാനേജർ എന്നെ വിളിക്കുന്നു. എന്നോട് നിങ്ങൾ എന്ത് പണിയാണ് എടുത്തത്? നിങ്ങൾക്കറിയില്ല ഇത് പെരുന്നാളില്ലേ, എത്ര ആളുകൾ ക്യൂ ആണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇപ്പൊ ഇവർ ഈ ബോഡി അതിലേക്ക് വെക്കണമെങ്കിൽ കൂടെ പോകുന്നവർക്ക് സീറ്റ് കൊടുക്കണം. നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുത്തരുതായിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ സമ്മതിച്ചത് കൊണ്ടല്ലേ അവർ ഇല്ലെങ്കിൽ അവരെ പിറ്റേ ദിവസം അവരെ വേണ്ടിയുള്ള പണിയെടുക്കുമായിരുന്നു. അങ്ങനെ അവർ ഓക്കെ നിങ്ങളെ കൊണ്ടുവന്നു. അങ്ങനെ ആ ബോഡിയെ നാട്ടിലേക്ക് എത്തിച്ചപ്പോൾ അന്ന് ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു സന്തോഷം. കാരണം വെച്ചാൽ ഒരു KMCC പ്രവർത്തകൻ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അതിന് നമ്മുടെ നേതാക്കൾ സൗകര്യം ചെയ്തിരുന്നു എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ്. അതോടൊപ്പം ആ കാര്യം അവിടെ നിറവേറ്റപ്പെട്ട നിരവധി നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് നൽകാൻ കഴിയും. ഹജ്ജിന് പോകാൻ വേണ്ടി എല്ലാം റെഡിയായിട്ട് അവസാനം അവിടെ പേര് കോഴിക്കോട് എയർപോർട്ടിൽ പാസ്പോർട്ട് പോയിട്ടുണ്ട് ബോംബെക്ക്, പക്ഷെ അവിടെ പേരില്ല. ലാസ്റ്റത്തെ ഫ്ലൈറ്റ് പോയി, ഹജ്ജിൻ്റെ ഫ്ലൈറ്റ് പോയി. അവരെ വിളിച്ചു ഇങ്ങനെ പ്രശ്നമുണ്ട്. അന്നേരം എനിക്ക് ഈ ആമത് സാഹിബ് എന്ന് പറഞ്ഞൊരു വികാരമാണ്. എന്തിനും ഏതിനും ആമത് സാഹിബിനെ വിളിച്ചു. ഞാൻ ആമത് സാഹിബിനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ സംഭവമുണ്ട്. അപ്പോൾ ആമത് സാഹിബ് പ്രശ്നമാക്കണ്ട, പാസ്പോർട്ട് വരെയുള്ളത് അവിടെ വിദേശ കമ്പനി കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ എൻ്റെ ആളെ വിട്ട് ഞാൻ ശരിയാക്കി തരാനുണ്ട്. ഇവരുടെ ഉടനെ ഡൽഹിക്ക് എത്താൻ വേണ്ടി ബോംബെക്ക് എത്താൻ വേണ്ടി പറഞ്ഞു. ഏതെങ്കിലും ഫ്ലൈറ്റ് ബോംബെക്ക് പോകാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അവർ ബോംബെക്ക് ഒരു ഫാമിലിയാണ്. അവർ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് ബോംബെയിലേക്ക് അടുത്ത ഫ്ലൈറ്റിനോട് പോയിട്ട് ഇന്ന് ട്രാവൽ ഏജൻസി ബന്ധപ്പെടാൻ വേണ്ടി പറഞ്ഞു. അവരെ ബന്ധപ്പെട്ടു. അവർക്കുള്ള പാസ്പോർട്ട്, വിസ അടിച്ച പാസ്പോർട്ട് ആമത് സാഹിബിൻ്റെ ആ ബലത്തിൽ ചെയ്തു കൊടുത്തു. അവർ ഹജ്ജിന് പോയി. ഒരുപാട് പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് വേണ്ടി. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഞങ്ങളുടെ ഈ KMCC പ്രവർത്തനങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് കഥകളുണ്ട്, പക്ഷെ ഇപ്പോൾ നമുക്ക് അതിനുള്ള സമയമല്ല. ഞാൻ ഒരു കഥ ഓർക്കുകയാണ്. ഒരു ഫ്ലൈറ്റ് ഉണ്ട്, ഇപ്പോൾ അത് നിർത്തിയിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു, വിസ്താര എന്നുള്ള ഒരു ഫ്ലൈറ്റ്. ആ ഫ്ലൈറ്റിൽ ഒരു ജേക്കബ് എന്ന് പറയുന്ന ഒരാൾ 60 വയസ്സുകാരനാണ്. അദ്ദേഹം എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ബിരിയാണി ഫ്ലൈറ്റിൽ ഭക്ഷണം വാങ്ങില്ല. അദ്ദേഹം ബിരിയാണി സ്വന്തം ഡബ്ബയിലിട്ട് കൊണ്ടുപോകാനാണ്. അങ്ങനെ അദ്ദേഹം ആ ഫ്ലൈറ്റിൽ ബിരിയാണി പൊട്ടിക്കുന്ന സമയത്ത് എയറോഫ്ലക്സ് വന്ന് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, അത് എൻ്റെ അടുത്ത് തന്നേരും, ഞങ്ങൾക്ക് പ്ലേറ്റിലിട്ട് തരാൻ പറഞ്ഞു. അങ്ങനെ അവർ കൊണ്ടുപോയി പ്ലേറ്റിൽ ബിരിയാണി വിളമ്പി. അതിന് ചുറ്റും ഇലകളൊക്കെ വെച്ചു. മറ്റുള്ള ഈ ചെറിയ കറിവേപ്പില ഉണ്ടല്ലോ ചെയ്യുന്നത്. കാരണം ആ ഒരു ഫ്ലൈറ്റിൽ ഉള്ള ഭക്ഷണമുണ്ട്, അവർ വിളിക്കുന്ന ഭക്ഷണമുണ്ട്. അതിന് കൂടെ പിക്കിളും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെച്ച് വളരെ മനോഹരമായി അലങ്കരിച്ചിട്ട് ആ പ്ലേറ്റ് കൊണ്ടുവച്ചപ്പോൾ അയാൾ പറഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയി. എന്നിട്ട് അയാൾ അതിനപ്പുറമാണ് എൻ്റെ കഥ. അയാൾ പറയാറെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ നല്ല ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് വിസ്താര എന്ന ഫ്ലൈറ്റിൽ നിന്നാണ് ഞാൻ ബിരിയാണി കഴിച്ചത്. അദ്ദേഹത്തിന്റെ ബിരിയാണിയാണത്. അദ്ദേഹം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബിരിയാണി ആയിട്ട് പോലും അതിന് വെച്ച ചേരുവകളുടെ അവർ കാണിച്ച ആ സ്നേഹത്തിന്റെ ആ തോത്
അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നതെന്ന് വെച്ചാൽ ആ ബിരിയാണി വിസ്താരയുടെ ബിരിയാണി എന്ന് പറയുന്നു. ഞാൻ ഇത് പറഞ്ഞത് ഞാൻ പലതും ചെയ്തു വന്നിട്ടുണ്ട്. പക്ഷേ ഈ തലങ്കര എന്ന ഈ സാധനങ്ങളൊക്കെ കൂട്ടിച്ചേർന്ന് ഈ ഫ്ലൈറ്റിൽ തലങ്കര എന്ന ഫ്ലൈറ്റിലേക്ക് എന്നെ തന്നപ്പോഴാണ് ഞാൻ ഇന്ന് ഇത്രയും ഒരു മനോഹരമായിട്ട് എനിക്ക് പാവങ്ങൾക്കും ഏത് രൂപത്തിലുള്ള പ്രവർത്തകർക്കും സഹായിക്കാൻ കഴിഞ്ഞത് ഈ ഒരു ചേരുവ കൊണ്ടാണ്. തലങ്കര എന്ന ചേരുവ. തലങ്കരയെ വിട്ട് ഒരു കളിയുമില്ല. എവിടെ പോയാലും ഇന്ന് തിരുവനന്തപുരം മുതൽ ഇനി എവിടെ ഇങ്ങോട്ടൊക്കെ കാര്യമില്ല. തലങ്കര എവിടെ പോയി തിരുവനന്തപുരം ആയാലും കൊല്ലത്തായാലും അറിയാം. അത് എങ്ങനെയെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഞാനത് അഹങ്കാരവും അഹംഭാവവും ഒന്നും അത് പറയരുത്. നമ്മുടെ നാടിൻ്റെ ഒരു മഹത്വമാണ്. ഏതായാലും ഇത്തിരി നല്ല മനോഹരമായൊരു സ്വീകരണം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എനിക്ക് നൽകി. ഈ നാടിൻ്റെ ഒരു സ്വീകരണം ഏറ്റവും എനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമുണ്ടായി. KMCC നേരത്തെ നിസാർ തലങ്കര പറഞ്ഞതുപോലെ വലിയ പ്രസ്ഥാനമാണ് ദുബായ് KMCC. ചെറുതൊന്നുമല്ല. ഒരുപാട് പ്രശ്നങ്ങൾ 4 വർഷത്തോളമാണ് പ്രശ്നങ്ങളിൽ കൊണ്ട് ഒഴിയുകയായിരുന്നു. അങ്ങനെ അവസാനം അതിനുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തൊരു ഘട്ടം വന്നപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, യഹിയ നീ ജനറൽ സെക്രട്ടറി ആവും, അമീൻ പ്രസിഡന്റ് ആവട്ടെ. അന്നേരം എൻ്റെ കാസർഗോഡ് ജില്ലയിലെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു അത് പറ്റില്ല, യഹിയാണ് പ്രസിഡന്റ് ആക്കണം. ഞാൻ പറഞ്ഞു മുങ്ങിപ്പോയിരുന്നു. തങ്ങൾ പറഞ്ഞാൽ അത് വാക്കാണ്. തങ്ങൾ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞു ജനറൽ സെക്രട്ടറി, തങ്ങൾ ട്രഷറർ എന്ന് പറഞ്ഞു ട്രഷറർ, തങ്ങൾ ജോയിന്റ് സെക്രട്ടറി എന്ന് പറഞ്ഞു അതാവും. അതാണ് എൻ്റെ പാരമ്പര്യം. പാണക്കാട് മുഹമ്മദ് ശിഹാബ് തങ്ങൾ മറ്റുള്ള തന്നെ ഞാൻ വളരെയധികം തങ്ങൾമാരെ ബഹുമാനിച്ച വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് പാണക്കാട് തങ്ങൾ എന്ത് പറഞ്ഞു അത് അക്ഷരം പ്രതി അനുസരിക്കുന്നു. അങ്ങനെ ആണ് ദുബായ് കമ്മിറ്റിക്ക് ഒരു ശക്തമായൊരു കമ്മിറ്റി അവിടെ ഉണ്ടായത്. ബഹുമാനപ്പെട്ട അൻവർ അമീൻ എന്ന് പറയുന്നത് വലിയ ബിസിനസ്സുകാരനാണ്. വലിയ പട്ടംകെട്ടി അബ്ദുള്ളയുടെ അഞ്ചനാണ്, ഇസ്മായിലാണ് അതിൻ്റെ ഖജാൻ. ഇപ്പൊ ഞങ്ങളുടെ സമയത്തോളം ഞങ്ങൾക്ക് ഒരുപാട് പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടത് പാവപ്പെട്ട ഇപ്പോൾ ദുബായ് KMCCയിലെ വെൽഫെയർ സ്കീമിൽ അംഗമായ ഒരാൾ മരിച്ചാൽ 10 ലക്ഷം രൂപ ഉടനടി ഞങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അവരുടെ കുടുംബത്തിലേക്ക് ആ രേഖകളൊക്കെ ശരിയായാൽ അവർക്ക് 10 ലക്ഷം രൂപ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അത് മാത്രം പോരാ, ജീവിച്ചിരിക്കുമ്പോൾ അവിടെ നിന്നും പ്രയാസങ്ങൾ കൊണ്ട് ഇല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ നല്ലൊരു തുക അവർക്ക് കൊടുക്കണം എന്നുള്ള ഒരു അജണ്ടയും കൂടി ഞങ്ങളുടെ മനസ്സിലുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഞങ്ങൾക്കും ഒരു ആസ്ഥാന മന്ദിരം ഞങ്ങൾ അവിടെ ഉണ്ടാക്കാനുള്ള പ്രയത്നത്തിലാണ്. ഒരു സ്കൂൾ ഉണ്ടാക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ്. അപ്പോൾ ഇതൊക്കെ ശക്തമായ കമ്മിറ്റി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഉറപ്പുണ്ട്. ഇനി വേണ്ടത് നിങ്ങളുടെയൊക്കെ ദ്വാണ്, നിങ്ങളുടെ പ്രാർത്ഥന. നിങ്ങളൊക്കെ ചെയ്യുന്ന ദ്വാകൾ, പ്രാർത്ഥനകൾ അള്ളാഹു എളുപ്പത്തിൽ അത് സ്വീകരിക്കും. അങ്ങനെ സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് വലിയ അത്ഭുതങ്ങൾ KMCC മുഖേന സാധിപ്പിച്ചെടുക്കാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ആ നല്ല നാളേക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. നിങ്ങൾ ദ്വായിൽ ഉൾപ്പെടുത്തുക. ഈ ഇത്രയും മനോഹരമായ സ്വീകരണം തന്ന നിങ്ങളെല്ലാവരെയും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ നിന്ന് വരുന്ന എൻ്റെ ആ സ്നേഹത്തോടുകൂടിയുള്ള കൃതജ്ഞത രേഖപ്പെടുത്താൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. നിങ്ങൾക്ക് നന്ദി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വാക്കുകൾ കൊണ്ട് എത്രത്തോളം ആദരിക്കാം എന്നതിലുപരി ആൾക്കാർ ഓരോ ആൾക്കാരും സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണവും സർഗാത്മകതയുമെല്ലാം കൂടുതലായൊന്നും പറയുന്നില്ല. ഇവിടെ പങ്കെടുത്ത ഓരോരുത്തരും പ്രത്യേകിച്ച് യഹിയ സാഹിബിനും നന്ദി പ്രകാശിപ്പിച്ചു. അസ്സലാമു അലൈക്കും. പാടാം ഞാൻ നറുമണമുള്ള ഏടാകും ലീഗിന്നല്ല, ഇന്നലകൾ വാഴ്ത്തുകയാണ് അഭിമാനമുഹൂർത്തം. നല്ല ഉന്നതമാം വഴികൾ താണ്ടി മറഞ്ഞവരേറെ
ചെയ്തരാം PMS വെള്ളിനില ചന്ദ്രികയായി സുന്ദരമായി ബാഫയ്ക്ക് തങ്ങൾ ചീയച്ചോരും ഏവിയും ഹരിത പാതാക പിടിച്ചവകാശങ്ങൾ നേടി പാടാം ഞാൻ നറുമണമുള്ള ഏടാകും ലീഗിൻ നല്ല അദ്ദേഹം വളരെ നല്ല നിലയിൽ അദ്ദേഹം എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് അദ്ദേഹത്തെ ദുബായ് ക്യാമ്പസിലെ സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. ഏറ്റവും നല്ലത് മാറുന്നത് നമുക്കെല്ലാവർക്കും അദ്ദേഹം ഗൾഫിലെ KMCCയുടെ നിരവധി പദവികൾ മദ്രാസിലെ രാജാജി ഹാളിൽ നിന്നാണതിൻ്റെ തുടക്കം മറയാത്തൊരോർമ്മയിൽ കായിക മില്ലത്തെന്ന വിളക്ക് മദ്രാസിലെ രാജാജി ഹാളിൽ നിന്നാണതിൻ്റെ തുടക്കം മറയാത്തൊരോർമ്മയിൽ കായിക മില്ലത്തെന്ന വിളക്ക് ലീഗിനായോടി നടന്ന ധീരന്മാരൊത്തിരിയുണ്ട് ഉന്നതികൾ സ്വപ്നം കണ്ട നേതാക്കൾ അനവധിയുണ്ട് ഒരു ഭൂതകാല ചരിത്രം കേരളമാകും കൊടിയുണ്ട് പാടാം ഞാൻ നറുമണമുള്ള ഏടാകും ലീഗിൻ നല്ല എല്ലാവർക്കും ഒരുപോലെ ഒരു വലിയ നമുക്കെല്ലാവർക്കും അദ്ദേഹം KMCCയുടെ നേതാവ് ആവുന്നതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ പോക്കർ സാഹിബ് ബീരാൻ സാഹബ് അഹമ്മദ് പേരുയിരേ സീതി ബനാത് മുബാല കൊരമ്പയിലം കെ ഹാജിയവർ സാഹിബ് ബീരാൻ സാഹിബ് അഹമ്മദ് പേരുയിരേ സീതി ബനാത് മുബാല കൊരമ്പയിലം കെ ഹാജിയവർ തെളിമ നിറഞ്ഞവരാണ് മുന്നേ നടന്നവരാണ് മിന്നുന്ന മാതൃകയാണ് തന്നുള്ള ഊർജവുമാണ് സെയ്ദർ മുത്തു ശിഹാബിൻ ചിരിയുണ്ട് ഹൈദരലി തങ്ങൾ കാട്ടിയ വഴിയുണ്ട് നല്ല സ്ഥാനങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാടാം ഞാൻ നറുമണമുള്ള ഏടാകും ലീഗിൻ നല്ല ഇന്നലകൾ വാഴ്ത്തുകയാണ് അഭിമാനമുഹൂർത്തം നല്ല ഉന്നതമാം വഴികൾ താണ്ടി മറഞ്ഞവരേറെ ചെയ്തരാം PMS വെള്ളിനില ചന്ദ്രികയായി സുന്ദരമായി ബാഫയ്ക്ക് തങ്ങൾ ചീയച്ചോരും ഏവിയും ഹരിത പാതാക പിടിച്ചവകാശങ്ങൾ നേടി പാടാം ഞാൻ നറുമണമുള്ള ഏടാകും ലീഗിൻ നല്ല
മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity.